പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പുലരി കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. നിദ്രയിലായിരുന്ന നമ്മെ നല്ലവനായ ദൈവം ഈ പുലരിയിൽ നമ്മെ വിളിച്ചുണർത്തി ഈ പുതുദിനത്തിലേക്ക് കരം പിടിച്ച് ആനയിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഈ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവമായ കർത്താവിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളോടും ചേർന്ന്, ഈ പ്രപഞ്ചത്തിലെ സൗര സസ്യങ്ങളോട് ചേർന്ന് ദൈവമായ കർത്താവിനെ നമുക്ക് അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരംഭിക്കുന്ന ഓരോ ദിനവും ദൈവത്തിൻ്റെ അനുഗ്രഹമായി അവസാനിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആരംഭിക്കുന്ന ഈ പുതുദിനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസത്തെ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ അധ്വാനങ്ങളെയും നമ്മുടെ പരിശ്രമങ്ങളെയും നമ്മുടെ യാത്രകളെല്ലാം ദൈവമായ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പാകെ നമുക്ക് വരമേൽപ്പിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും TV സ്ക്രീനിന് മുമ്പിലായിരുന്നു വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആയിരിക്കുന്ന അനേകായിരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇതിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനം ജീവിക്കാൻ നമുക്ക് കഴിവും ശക്തിയും നൽകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ആർക്കും ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാനോ ആ വചനം ജീവിക്കാനോ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങളൊന്നുയർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിൽ ആഴത്തിൽ നീ പതിപ്പിക്കണമേ. വചനം ഗ്രഹിക്കുവാനും വചനം ജീവിക്കാനും തക്കവിധം പരിശുദ്ധാത്മാവെ അവിടുത്തെ ദിവ്യ അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ആശുപത്രികളുടെ വെന്റിലേറ്ററുകളിൽ വളരെ ഗുരുതരമായ അവസ്ഥകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തോട്, സ്നേഹത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. അവരെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയിൽ, ആകുലതയിലായിരിക്കുന്ന അവരെല്ലാം പ്രിയപ്പെട്ടവരെയും അവരുടെ ഉത്കണ്ഠകളെയും സങ്കടങ്ങളെയും എല്ലാം കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കാം. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം
ദൈവമേ, നിറവേറുവാൻ അവരോരോരുത്തരും നിൻ്റെ കരുണയും കൃപയും പ്രാപിക്കാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ നിന്നാണ് നാം തിരുവചനങ്ങൾ കേട്ടത്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് തിരുവചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. വചനം പറയുകയാണ്, യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്? കേസറിയ ഫിലിപ്പി പ്രദേശം വിജാതീയർ തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശമാണ്. ഒരുപാട് വിജാതീയ വിഗ്രഹാലയങ്ങളുള്ള ഒരു സ്ഥലം. മുട്ടിന് വിഗ്രഹാലയങ്ങൾ നിറഞ്ഞ ഒരിടത്ത് വരുമ്പോൾ ക്രിസ്തു തൻ്റെ ശിഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ഈ കണ്ട ജനം മുഴുവൻ പറയുന്നത്? ഒരുപക്ഷെ ക്രിസ്തുവിന് ആകാംക്ഷയുണ്ടായിരുന്നു കാണും ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ. ഇവിടെ കേട്ടുകേൾവിയുള്ള ഒരുപാട് ദൈവങ്ങളുടെ പേരുകളിൽ ഏതെങ്കിലും ഒരു പേരാണോ എനിക്ക് ഈ ജനം നൽകിയിരിക്കുന്നത്? ഇതറിയാനുള്ള വലിയ ആകാംക്ഷയിൽ നിന്നാണ് ശിഷ്യരോട് കർത്താവ് ചോദിക്കുക, ഞാൻ ആരെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്, കർത്താവേ ഗുരു, ചിലർ പറയുന്നു നീ ജെറമിയാണ്, ചിലർ പറയുന്നു നീ ഏലിയയാണ്, ചിലർ പറയുന്നു നീ സ്നാപയോഹന്നാനാണ്, വേറെ ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഇതൊക്കെയാണ് നിന്നെക്കുറിച്ച് ഈ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ വീണ്ടും ക്രിസ്തു ശിഷ്യരോട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശുവിൻ്റെ ശിഷ്യരോടുള്ള ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് പത്രോസ് കർത്താവിനോട് പറയുക, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിയണമെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയും, ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ട ബൈബിളിൻ്റെ പശ്ചാത്തലം അറിഞ്ഞെങ്കിൽ ഓരോ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ വചനത്തിലൂടെ നമുക്ക് ദൈവം കൈമാറി നൽകാൻ ആഗ്രഹിക്കുന്ന ആ സന്ദേശത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരുപാട് വിജാതീയ വിഗ്രഹാലയങ്ങളിൽ ഒരുപാട് ദൈവങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കി മനുഷ്യന് ഓരോ പ്രതിമകൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള പേരുകൾ നൽകി അത് ദൈവമാണെന്ന് കരുതി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ദേശത്ത് വന്നു നിൽക്കുമ്പോൾ യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പത്രോസ് പറയുകയാണ്, കർത്താവേ, ഈ കണ്ട ജീവനില്ലാത്ത പ്രതിമകൾ പോലെയുള്ള ഒരുവനല്ല നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് ഈ ഉത്തരം പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ആഴം ഈ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് കണ്ടെത്താൻ. ഈ കണ്ട ജീവനില്ലാത്ത കളിമൺ പ്രതിമകൾ പോലെയല്ല നീ, മറിച്ച് നീ ജീവനുള്ള
ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് കേട്ടപാടെ ക്രിസ്തു വളരെ ആത്മനിർവൃതിയോടെ പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പത്രോസെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി നൽകിയത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, വചനമാണ് പത്രോസിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുക. ഒരുപക്ഷെ ജീവിതത്തിലൊക്കെ ഒരുപാട് ദൈവത്തെ, ജീവനുള്ള ഈ ദൈവത്തെ അറിയാനിട വന്നിട്ടും ഈ ദൈവനാമത്തിൽ നമ്മൾ ജ്ഞാനസ്നാനം ഏറ്റിട്ടും ഈ ദൈവത്തേക്ക് അവഗണിച്ച് ഉപേക്ഷിച്ചും ജീവനില്ലാത്തതിൻ്റെ പുറകെ പോകുന്ന എത്രയോ സത്യക്രിസ്ത്യാനികളുണ്ട്, എത്രയോ സത്യവിശ്വാസികളുണ്ട്. ഈ ദൈവം എനിക്ക് മതിയായവനല്ല എന്ന മട്ടിൽ ജീവിതത്തിൻ്റെ സങ്കടങ്ങളോ പ്രതികൂലങ്ങളോ രോഗങ്ങളോ ദുരിതങ്ങളോ അടിക്കടി വരുമ്പോൾ ഈ ദൈവത്തെ കൊണ്ട് എൻ്റെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനാകില്ല എന്നൊരു മിഥ്യാധാരണയിൽ ഈ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളുടെ പുറകെയോ അല്ലെങ്കിൽ കൂടോത്രക്കാരെയോ അതല്ലെങ്കിൽ കണിയാന്മാരെയൊക്കെ സമീപിക്കുന്ന എത്രയോ സത്യവിശ്വാസികളുണ്ട്. പ്രിയമുള്ളവരെ, അജ്ഞതയിൽ നിന്നാണ്, അറിവില്ലായ്മയിൽ നിന്നാണ് ഈ ജീവനുള്ള ദൈവത്തെ അവൻ ആരാണ് എന്ന ആഴമേറിയ തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇടവരുന്നുണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യുക എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, ഈ ദൈവത്തിനപ്പുറത്ത് മറ്റൊരു ദൈവമില്ല. ഇതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൻ്റെ 4:12 വചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, അത് കർത്താവായ യേശുവിൻ്റെ നാമം മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ ആഴമേറിയ വചനത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക്, വചനബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് രക്ഷകനും നാഥനും കർത്താവുമായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അവനിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നാം ഓരോരുത്തർക്ക് സാധിക്കുക. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹോസിയ പ്രവാചകനിലെ ദൈവമായ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയൊരു പാപ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. ഹോസിയ പ്രവാചകൻ എന്താണ് പറയുക? അന്യ ദൈവങ്ങളുടെ പുറകെ, വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന മനുഷ്യൻ്റെ തിന്മയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ഹോസിയായിലൂടെ ദൈവമായ കർത്താവ് പറയുന്നത് ഇതിനെ ആത്മീയ വ്യഭിചാരം എന്നാണ്. എന്താണ് വ്യഭിചാരം? ഒരു ഭാര്യ ഉണ്ടായിരിക്കെ ആ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു അന്യ സ്ത്രീയുടെ പുറകെ പോകുന്നതിനെയാണ് വ്യഭിചാരം എന്ന് നമ്മൾ പറയുക. ആത്മീയ വ്യഭിചാരം എന്താണ്? ഞാൻ ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തിയിട്ടും അപ്രകാരം ഒരു ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടിട്ടും നിയോഗിക്കപ്പെട്ടിട്ടും ഞാൻ ജീവനുള്ള ദൈവത്തെ അവഗണിച്ച് അന്യ ദൈവങ്ങളുടെ പുറകെ, ജീവനില്ലാത്തതിൻ്റെ പുറകെ പോകുന്നതിനെയാണ് ആത്മീയ വ്യഭിചാരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വലിയ പാപത്തിൽ എത്രയോ ദൈവമക്കളാണ് അകപ്പെട്ട് കിടക്കുക. നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അവനാണ് ജീവനുള്ള ദൈവം. അവനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ യേശുവിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷ അനുഭവം പ്രാപിക്കാൻ കഴിയുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരമാണ് കർത്താവായ യേശു എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. മറ്റാരിലും രക്ഷയില്ല എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ജീവിത ദുഃഖങ്ങൾക്കോ, ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്കോ, ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്കോ, ഭാരങ്ങൾക്കോ, പ്രാർത്ഥനകൾക്കോ ഉത്തരം നൽകാൻ കഴിവുള്ള ദൈവം അത് യേശു മാത്രമാണ്. നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, ഈ ആഴമേറിയ അറിവാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുക. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വചനം പറയുന്നത്, ഏകജാതനായ അവിടുത്തെയും പിതാവായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. തിരുവചനങ്ങളിലൂടെ യേശുവാകുന്ന രക്ഷകൻ അവനായിരിക്കും പോലെ അറിയാൻ കഴിയുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് അനുദിനം കടന്നു വരുവാൻ കഴിയുക, നിത്യജീവൻ പ്രാപിക്കാൻ, സ്വന്തമാക്കാൻ നമുക്ക് കഴിയുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചന വെളിച്ചത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനോ ഈ ജീവനുള്ള ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഇടവന്നിട്ടും ഇടവരുത്തിയിട്ടും ആ ദൈവത്തെ എനിക്ക് മതിയായവനല്ല എന്ന മട്ടിൽ ദൈവത്തെ അവഗണിച്ചോ ഉപേക്ഷിച്ചോ ഒക്കെ നമ്മൾ മറ്റുള്ളതിനെ തേടി പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ഹൃദയപൂർവ്വം അനുദപിക്കാം, ഈശോയുടെ മാപ്പ് ചോദിക്കാം, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാൻ കർത്താവെ
അവിടുത്തെ കരുണയെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും, ഈ ഭൂമിയിലെ ജനകോടികളെ സ്നേഹിക്കുന്ന നിൻ്റെ അനന്തകാരുണ്യത്തെ, നന്മയെ, പരിപാലനത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ അനന്തമായ കരുണയും കൃപയും ഞങ്ങളിലേക്ക് അവിടുന്ന് സമൃദ്ധമായി ചൊരിയണമേ. കർത്താവായ യേശുവെ, അവിടുന്ന് പിതാവായ ദൈവം അയച്ച രക്ഷകനാണെന്ന് ലോകം മുഴുവൻ അറിയാൻ, അവിടുന്നിലൂടെയാണ് പിതാവായ ദൈവം ജനകോടികൾക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്ന മഹനീയ സത്യത്തെ എല്ലാവരും തിരിച്ചറിയുവാനും, നിന്നെ രക്ഷകന്, നാഥന്, കർത്താവുമായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുവാനും രക്ഷാനുഭവം പ്രാപിക്കുവാനും അവിടുന്ന് പ്രത്യേകമാവിധം കരുണ വർഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ സുഖരാഹ്യമാക്കി ഞങ്ങൾക്ക് നൽകുന്നത് അവിടുന്നാണെന്ന് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുവാനും വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുവാനും പരിശുദ്ധാത്മാവെ നീ ഇടവരുത്തണമേ. അമ്മേ ദൈവമാതാവെ, സ്വർഗത്തിലായിരുന്നു കൊണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവിധം മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ദൂതന്മാരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം, സഹവാസം നൽകി ഞങ്ങളെ അനുദിനം വഴി നടത്തണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ, ഞങ്ങളുടെ ജീവിത യാത്രകളിലും ഞങ്ങളുടെ വഴികളിലും മാർഗങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണമായി നിങ്ങൾ ഞങ്ങളോട് ഒപ്പമായിരിക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ അധ്വാനങ്ങൾ, തൊഴിൽ മേഖലകൾ എല്ലാം സമർപ്പിക്കാം. വിദ്യാഭ്യാസത്തിന് വേണ്ടി കലാലയങ്ങളിലേക്ക്, വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾ, തൊഴിലന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന യുവതിയുവാക്കന്മാർ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന യുവജനങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. രോഗപീഠകളാൽ വലയുന്നവർ, ആശുപത്രികളിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ, ദുഃഖങ്ങളിലും ആകുലതകളിലും സങ്കടങ്ങളിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ അനുഗ്രഹകരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. യേശുവേ മഹത്വം. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനകളെ അവിടുന്ന് ഏറ്റെടുത്ത അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞങ്ങൾക്കെന്നും തുണയാകണേ. തിരുമാറിൽ ചേർക്കണമേ തിരുമുഴനി കാതിൽ ചൊല്ലൂ. തിരുസഭതൻ രക്ഷകനെ തിരയായി നീ തെളിയൂ. എന്നിൽ നിറയെ പുണ്യം തരണേ. വാത്സല്യനാഥൻ എന്നും നീ. എന്നിൽ നിറയെ പുണ്യം തരണേ. ഞങ്ങൾക്കെന്നും താതൻ നീ. ജ്ഞാനത്തിൽ വളരാം, കൃപയിൽ മുന്നേറാം. മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാം, കൃപയിൽ മുന്നേറാം. മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാറിയോസേപ്പേ നീതിപാലകനേ. മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന ആയിരങ്ങളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ വാപ്പയോടും മെത്രാന്മാരോട്, കർദിനാൾമാരോടും, വൈദികരോടും, സന്യസ്തരോട്, വിശ്വാസി സമൂഹങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം സ്വർഗത്തിലെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും സങ്കടങ്ങളിലൊക്കെ ആയിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും യേശുവിൻ്റെ അനുഗ്രഹകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാതി വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും എല്ലാം യേശുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നവേന പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മരിയ കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കരാവുകൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് ദൈവം തൻ്റെ വലിയ മഹത്വം നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും ഒരു സുദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.